ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹോട്ടൽ ഇൻഡസ്ട്രിയുടെ സാധ്യതകളെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടൽസ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ജോലികളുടെ അനന്ത സാധ്യതകളും അതിലുണ്ട്. അത് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നതിന് ഇപ്പോൾ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് 2 രീതിയിലുള്ള കോഴ്സാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഉള്ളത്. ഒന്ന് ഡിപ്ലോമ കോഴ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ്, അത് 1 ഇയർ ആണ്. പിന്നെ ഉള്ളത് ഡിഗ്രി കോഴ്സാണ്, അത് BSc ഹോട്ടൽ മാനേജ്മെൻറ്റ്. അത് കൂടുതലും നമ്മുടെ ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് നമുക്കിത് പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഈ 1 ഇയർ കോഴ്സ് എന്ന് പറയുന്നത് സാധാരണ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ട് പോകുന്നവർക്കാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ +2 കഴിഞ്ഞിട്ട് പോകുന്നവർക്കാണെങ്കിൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത് ബാച്ചിലർ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആണ്. ആ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോട്ടലിനോട് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഹോട്ടൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയോട് സംബന്ധമായിട്ടുള്ള എല്ലാ കോഴ്സുകളും എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾ അതിനകത്ത് പഠിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫ്രണ്ട് ഓഫീസ് ആണെങ്കിലും അക്കൗണ്ട്സ് ആണെങ്കിലും ഫുഡ് ആൻഡ് ബിവറേജസ് സർവീസ് ആണെങ്കിലും പ്രൊഡക്ഷൻസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കാൻ പറ്റും. അതാണ് ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ BSc കോഴ്സ് എടുത്താലുള്ള ഏറ്റവും വലിയ ഗുണം. സർട്ടിഫിക്കറ്റ് കോഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒരു 6 months അല്ലെങ്കിൽ 1 year കോഴ്സാണ്. അതൊരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഫ്രണ്ട് ഓഫീസ് മാത്രമാണെങ്കിൽ ആ ഫ്രണ്ട് ഓഫീസ് മാത്രമായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ബിവറേജസ് ആണെങ്കിൽ ഫുഡ് ആൻഡ് ബിവറേജസ് മാത്രമായിരിക്കും. പ്രൊഡക്ഷൻ ആണെങ്കിൽ പ്രൊഡക്ഷൻ മാത്രമായിരിക്കും. ഹൗസ് കീപ്പിംഗ് ആണെങ്കിൽ ഹൗസ് കീപ്പിംഗ് മാത്രമായിരിക്കും അതിനെക്കുറിച്ച് പഠിക്കുന്നത്. നിങ്ങൾക്കുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. എല്ലാ ഹോട്ടൽസിൻ്റെയും അല്ലെങ്കിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിനകത്ത് അറിയാൻ പറ്റും. അപ്പോൾ അതിനകത്തുള്ള കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ 1 year കോഴ്സാണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ BSc ഹോട്ടൽ മാനേജ്മെൻറ്റുകൾ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ സൈറ്റിൽ കയറിയിട്ട് അതിനകത്ത് കാണാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ, എൻ്റെ കോഴ്സ് ഫീ എത്ര നാളാണെന്നുള്ളത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പല ഇതുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഫോർ എക്സാമ്പിൾ കിക്സ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റഡീസ്, അത് ട്രിവാൻഡ്രത്തുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ പല പ്രൈവറ്റ് കോളേജസും അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ തന്നെ കൊച്ചിയിലാണെങ്കിലുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, കാലിക്കറ്റുണ്ട്, ഇപ്പോൾ പല സ്ഥലങ്ങളിലുണ്ട്. പിന്നെ പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മൂന്നാർ കാറ്ററിംഗ് കോളേജ്, ഇപ്പോൾ വയനാട് ഉണ്ട്, ഇതുപോലെ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് കേരളത്തിന് പുറത്ത് പോയി പഠിക്കണമെങ്കിൽ ചെന്നൈയിൽ ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, മംഗലാപുരത്തുണ്ട്, ബാംഗ്ലൂരുണ്ട്. ഇവിടെ എല്ലാം പോയിട്ട് നമുക്ക് കോഴ്സ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത് മെയിൻലി നമുക്ക് ഹോട്ടലുകൾ മാത്രമല്ല, ഷിപ്പിംഗ്, ക്രൂയിസ് ഷിപ്സ് ഉണ്ട്. ക്രൂയിസ് ഷിപ്പുകളിൽ ഇതിന് നല്ല ഓപ്പർച്യൂണിറ്റികളുണ്ട് എല്ലാവർക്കും. അതിനകത്ത് തന്നെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, ഇപ്പോൾ ഫ്രണ്ട് ഓഫീസ് ആണെങ്കിലും ഫുഡ് ആൻഡ് ബിവറേജസ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാത്തിനും, ഈവൻ ഹൗസ് കീപ്പിംഗിനായാലും എല്ലാത്തിനും ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. അതൊരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിക്ക് വേണ്ടിയുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഹോസ്പിറ്റൽ, ഒരു പ്രീമിയം ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു 5 സ്റ്റാർ കാറ്റഗറിയിൽ നിന്ന് നമ്മൾ പറയുന്ന ഹോസ്പിറ്റലുകളിൽ പോലും ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച ആൾക്കാർക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റികൾ ഉള്ളതാണ്. വളരെയധികം സാധ്യതകളുള്ളതാണ്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 26 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ തന്നെയുണ്ട്. ഞാൻ ചെറുതിൽ നിന്നുള്ള ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് ട്രെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ആൻഡ് നൗ ഐ എം ബിക്കം എ ജനറൽ മാനേജർ ഓഫ് എ റിസോർട്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടം നിങ്ങൾക്ക് അതിനകത്ത് നോക്കാൻ പറ്റും. നമുക്ക് അതനുസരിച്ചിട്ടുള്ള സാലറി, പിന്നെ ഫെസിലിറ്റീസ്. ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, US, UK അല്ലെങ്കിൽ സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്രൂസ് ഷിപ്സിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ സിംഗപ്പൂർ ബേസ്ഡ് ഷിപ്സ് ഉണ്ട്, US ബേസ്ഡ് ഷിപ്സ് ഉണ്ട്. ഇവിടെയൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആണ്. അതേപോലെ ലൈഫ് സ്റ്റൈലും വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.